ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ സീനിയ പ്ലാന്റാണ്, മിനിയേച്ചർ സീനിയ. ഇത് ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഇടുമെന്ന് ചോദിച്ചുകൊണ്ട് മെസ്സേജ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ നടുന്ന രീതി ഞാൻ ഇങ്ങനെയാണ് പോട്ട് ചെയ്യണതെന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മണ്ണ്, അല്പം ഒന്നിൻ്റെ അളവൊന്നുമില്ല, ഒരു ഊഹം വെച്ചിട്ടൊക്കെ അങ്ങോട്ട്. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് പ്ലാന്റ് ഉണ്ട് മാറ്റുന്നത്. അപ്പോൾ ഇത് 2 പ്ലാന്റ് നടുന്നതിൻ്റെ ഇതാണ് ഞാൻ കാണിക്കുന്നത്. കുറച്ച് നല്ല ഉണങ്ങിയ ചാണകപ്പൊടി എടുക്കുന്നുണ്ട്. കുറച്ച് നമ്മുടെ ചകിരിച്ചോറ് അതും വേണം, അതും കുറച്ച് മതി. പിന്നെ നമുക്ക് മണൽ കിട്ടുമെന്നുള്ളൊരു മണലെടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ചു വാരിയൊക്കെ എടുക്കണം. ചെറിയ ചരളായിട്ടുള്ള മേൽമണ്ണ് അതെങ്ങനെ എടുക്കണതായാലും മതി. ഒരു കട്ട കെട്ടി നിൽക്കരുത്, നമുക്ക് വെള്ളം കെട്ടി നിൽക്കരുത്ത പോട്ട് മിക്സാണ് നമുക്കിതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെടിച്ചട്ടി നടാനുള്ള വലിയൊരു പോട്ടാണ് എടുത്തിട്ടുള്ള. ഇതെപ്പോഴും ഞാൻ ചെയ്യുമ്പോൾ ഇതിൽ ഒരു 1/4 ഭാഗം നല്ല ഉണങ്ങി നല്ല ഒരുപാട് പൊടിഞ്ഞിട്ടില്ല, നല്ല ഉണക്ക കരിയിലാണ്. ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്, എപ്പോഴും ചേർക്കണേ. നമ്മളെ ചെടിക്ക് നല്ല നനവ് വയ്ക്കുകയും ചെയ്യും, നല്ല തണുപ്പും കിട്ടും. അത് പോയിട്ട് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഒരു വളം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ നടണത്. അത് കാണിച്ചു തരാമേ, ലാസ്റ്റ് കാണിച്ചു തരാം. അതും കൂടെ എങ്ങനെയാണ് ഇടുന്നതെന്ന് അതും കൂടെ ഞാൻ പറയാമേ. അപ്പോൾ നമുക്ക് ഈ 2 പ്ലാന്റുമാണ് ഇത് നമ്മൾ കവറിൽ നിന്ന് ഊരിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് രണ്ടുമാണ് നമുക്ക് പോട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ കുറച്ചൊക്കെ നമുക്ക് സീഡായിട്ടുണ്ട്. ഇത് നമുക്ക് കുറേയൊക്കെ പിടിച്ച് കിട്ടും, എല്ലാം മുളച്ച് കിട്ടൂല, കുറച്ചൊക്കെ കിട്ടുള്ളൂ. ഇതിലിപ്പോൾ നമുക്ക് ആ മണ്ണിൽ കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട്, കരിയിലയുടെ പുറത്ത് കുറച്ച് മണ്ണ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പോട്ട് ചെയ്യാം. ഇത് മണ്ണൊന്നും കളയാതെ, ഒട്ടും മണ്ണ് കളയാതെ ഇതോടുകൂടിയാണ് വെക്കണത്. ഇപ്പോൾ നമുക്ക് 2 പ്ലാന്റ് ഇതിൽ വെച്ച് കൊടുക്കണം. 2 ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചുറ്റും നമ്മൾ ഈ പോട്ട് മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. 2 വെച്ചപ്പോൾ നമ്മളെ ചെടിച്ചട്ടി നല്ല ബുഷിയായിട്ട് നല്ലതായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും ഇത് പ്ലാന്റ് വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ ഇതിൻ്റെ ഫ്ലവറും മൊട്ടുമൊക്കെ അങ്ങ് നുള്ളി കട്ട് ചെയ്ത് മാറ്റണമെന്നാണ് പറയണത്. എന്നാൽ വീണ്ടും ഇതിൻ്റെ ഇരട്ടിക്ക് നമുക്ക് ഫ്ലവർ വരും. പക്ഷേ ഞാൻ ഇതിപ്പം കട്ട് ചെയ്ത് മാറ്റണില്ല, ഫ്ലവറൊന്നും മാറ്റണില്ല. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതിന് മാറ്റാൻ ഒരു വിഷമം. ഇത് അല്ലാതെ തന്നെ ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിക്കണം. അപ്പോൾ അതിൻ്റെ സീഡ് നമുക്ക് എടുക്കാമല്ലോ. സീഡൊക്കെ എടുത്തിട്ട് നമുക്ക് പിടിപ്പിക്കാൻ പറ്റുമോ എന്ന് നോക്കാം. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്, ഒന്നും കട്ട് ചെയ്ത് മാറ്റണില്ല. നമ്മൾ വാങ്ങിക്കുമ്പോൾ അവർ പറയണത് കട്ട് ചെയ്ത് മാറ്റിയാൽ നല്ല ബുഷിയായിട്ട് വീണ്ടും വരും, കട്ട് ചെയ്ത് മാറ്റണമെന്നാണ് പറയണത് കേട്ടോ. അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇങ്ങനെ ഒരു പോട്ടിൽ 2 or 3 വച്ച് കൊടുത്താൽ നല്ല ഭംഗിയായിട്ട് നിറയെ നിൽക്കും. അപ്പോൾ ഇതിൽ പോട്ടി മിക്സായിട്ട് ഞാൻ ഇതിൽ ചേർത്തപ്പോൾ ഒരു വളം കൂടെ ചേർക്കുന്നുണ്ടെന്ന് പറഞ്ഞ്, അത് വേറൊന്നുമല്ല, ഇതാണ് നമ്മളെ DAP ബ്ലാക്കാണ്. ഇത് നമ്മളെ മണ്ണിൽ അലിഞ്ഞ് ചേരാൻ ഇത്തിരി സമയം എടുക്കും. വൈറ്റ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മണ്ണിൽ അലിഞ്ഞ് ചേരും. ഇത് ഇത്തിരി പാടാണ്. അപ്പോൾ നമ്മൾ ഈ പോട്ടി മിക്സിലൂടെ നമ്മൾ ചേർത്ത് ഈ പ്ലാന്റ് നട്ട് നമ്മൾ വെള്ളം കൂടെ കൊടുക്കുമ്പോൾ ഇതിന് പയ്യ നല്ലതായിട്ട് ഗ്രോത്ത് കിട്ടും, നല്ല ഭംഗിയായിട്ട്. ഇതിൽ മുൻകൂട്ടി അവർ വളമൊക്കെ ചെയ്ത പ്ലാന്റാണ്. അപ്പോൾ നമ്മൾ ഇതും കൂടെ ഇടുമ്പോൾ പയ്യായിട്ട് ഇതിന് വേണ്ട ആവശ്യമുള്ള എല്ലാ പോഷകങ്ങളും ഇതിന് കിട്ടും. നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ് വളരും. കൂട്ടുകാർ ആരെങ്കിലും കയ്യിൽ ഇതുപോലെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കേ.